തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് രക്ഷപ്പെട്ടത് ഒട്ടും ശത്രുക്കൾ ആഗ്രഹിക്കാത്തൊരു കാര്യമായിരുന്നു. കാരണം പിടികൂടി എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇല്ലാതാക്കണമെന്ന ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇവരറിഞ്ഞത് റസൂൽ മദീനത്തേക്ക് യാത്ര പോയിരിക്കുന്നു. ഉടനെ അവർ പ്രഖ്യാപിച്ചു. 4 പാട് അവർ അന്വേഷിച്ചു. അവസാനം അവർ 100 ഒട്ടകം സമ്മാനം പ്രഖ്യാപിച്ചു. ആ ഒട്ടകം സമ്മാനം ആഗ്രഹിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടിക്കാൻ വേണ്ടി മദീനയിലേക്കുള്ള വഴിയിലൂടെ സഞ്ചരിച്ച് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്തെത്തി. പക്ഷെ പിടികൂടാൻ സാധിച്ചില്ല. അവിടെ വലിയ റസൂലുള്ളാഹിയുടെ പ്രത്യേകമായ ചില മുഅ്ജിസത്തുകൾ അവിടെ നടക്കുന്നുണ്ട്. ആ റസൂലുള്ളാഹിനെ പിടികൂടാൻ തൊട്ടടുത്തെത്തി. പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായി മാറിയ ആ സ്വഹാബി ആരാണ്? സുറാഖത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അവരുടെ കഥ എന്താണ്? ആ കഥകൾക്ക് മക്കയിലുള്ള ഒരു പ്രഭാതം. ആ പ്രഭാതത്തിൽ എല്ലാവരും ആ വാർത്ത കേട്ടവരൊക്കെ ഞെട്ടിത്തിരിക്കുകയാണ്. അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത, അവരാഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് ഖുറൈശികൾക്കിടയിൽ അവരുടെ വീട്ടിൻ്റെ ഉള്ളിലും അവരുടെ കിച്ചണുകളിലും എല്ലാം ആ സംസാരം ഇങ്ങനെ നടക്കുകയാണ്. മുഹമ്മദ് നബിയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മക്ക വിട്ടു പോയിരിക്കുന്നു. മക്കത്ത് തന്നെ വെച്ച് എങ്ങനെയെങ്കിലും വകവരുത്താൻ വേണ്ടി അവസാനത്തെ എല്ലാ ശ്രമങ്ങളും അവർ നടത്തുകയായിരുന്നു. പക്ഷെ അവർക്കതിന് സാധിച്ചില്ല. ആ നാട് വിട്ടു പോയി എന്ന് കേട്ട ഉടനെ അവരാരും അടങ്ങിയിരുന്നില്ല. അവർ എല്ലാ വീടുകളും, ഖുറൈശികളുടെ വീടുകളും, ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള എല്ലാ വീടുകളും, എല്ലാ പ്രദേശങ്ങളും, താഴ്വാരങ്ങളും, അതുപോലെയുള്ള വാലികളെല്ലാം അവർ തിരയുകയാണ്. 4 ഭാഗത്തേക്കും സംഘങ്ങളായി മുഹമ്മദ് നബിയെ പിടികൂടാൻ വേണ്ടി അവർ ആളുകളെ പറഞ്ഞയച്ചു. നാനാ ദിക്കുകളിലേക്കും അവർ പോയെങ്കിലും അവർക്ക് കിട്ടിയില്ല. ബനു ഹാഷിം ഗോത്രത്തിൽപ്പെട്ട എല്ലാ ആളുകളുടെയും വീട് അവർ തിരയുന്നുണ്ട്. കാരണം കുടുംബക്കാരായതുകൊണ്ട് ഒരുപക്ഷെ അവിടെ അഭയം കൊടുത്തിരിക്കുമോ എന്നറിയാം. അവിടെ ഒന്നും കിട്ടിയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് അബൂബക്കർ സിദ്ദീഖ്. ഇനി അവിടെ എങ്ങാനും ഒളിച്ചിരിപ്പുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി അവിടെ ചെന്ന് അബൂജഹൽ മകൾ അസ്മ റളിയല്ലാഹു അൻഹ, സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകൾ അസ്മ റളിയല്ലാഹുവിനോട് ചോദിച്ചു, നിൻ്റെ പിതാവെവിടെ? പറഞ്ഞു, എനിക്കറിയില്ല. ആ സമയത്ത് ദേഷ്യം കൊണ്ട് ഒറ്റ അടി കൊടുക്കുന്നുണ്ട് അബൂജഹൽ അസ്മ റളിയല്ലാഹു അൻഹയ്ക്ക്. അസ്മ റളിയല്ലാഹു അൻഹ ആ അടി കിട്ടി അവിടെ നിലത്ത് മറിഞ്ഞു വീണു. ആ വീഴ്ചയിൽ അസ്മ റളിയല്ലാഹു അൻഹയുടെ കാതിലെ കമ്മല പൊട്ടി നിലത്തേക്ക് തെറിച്ചു പോകുന്നുണ്ട്. ദേഷ്യം തീർത്തതായിരുന്നു അബൂജഹൽ. ഉപ്പയും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോയ ആ വിവരങ്ങളൊന്നും അസ്മ റളിയല്ലാഹു അൻഹ അബൂജഹലിനോട് പറഞ്ഞില്ല. ആ ധീര വനിത അത് മറച്ചു വെക്കുകയുണ്ടായി. പിന്നീട് 4 പാടും തെരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം അവർ തെരഞ്ഞ് തൗർ ഗുഹയുടെ അടുത്ത് വരെ അവരെത്തുന്നുണ്ട്. തൗർ ഗുഹയുടെ അവിടെ എത്തിയപ്പോൾ തിരയുന്നതിൽ പ്രമുഖരായ ആളുകളെ പറയുന്നുണ്ട്, ചില ആളുകൾ ആ കൂട്ടത്തിലൊന്ന് പറയുന്നുണ്ട്, ഉറപ്പാണ് ഈ ഗുഹയുടെ അപ്പുറത്തേക്ക് അവർ പോയിട്ടില്ല. കാരണം അങ്ങനെ യാത്ര ചെയ്തതിൻ്റെ അടയാളം ഒന്നും കാണുന്നില്ല. ആ പരിസരത്ത് എവിടെയോ ഉണ്ട് എന്നൊരു ധാരണയിൽ, ഉറച്ച ധാരണയിൽ അവരെത്തുന്നുണ്ട്. ആ സമയത്ത് അവരാ പറഞ്ഞത് സത്യമായിരുന്നു. ആ ഗുഹയുടെ ഉള്ളിൽ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഏതുവരെയെന്ന് ചോദിച്ചാൽ ഗുഹയ്ക്ക് മുകളിലൂടെ അവരിങ്ങനെ നടക്കുമ്പോൾ അവരുടെ കാലിൻ്റെ ഭാഗം ഗുഹയ്ക്കയുടെ ഉള്ളിലിരുന്നു കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലിനും കാണാമായിരുന്നു. അത്രമാത്രം അടുത്ത് അവരെത്തിയിരുന്നു. ഇവിടെ എവിടെയോ ഉണ്ട് എന്ന് ശത്രുക്കൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയെന്ന് അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണം, അവിടുത്തെ കൂടെ യാത്ര പോകാൻ അള്ളാഹു തിരഞ്ഞെടുത്തതാണ് സിദ്ദീഖോരെ. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സങ്കടം കൊണ്ട് കരഞ്ഞ് കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. കാരണം എൻ്റെ ഹബീബിന് എന്തെങ്കിലും പറ്റിപ്പോകുമോ, എനിക്ക് സംരക്ഷിക്കാൻ കഴിയാതെ വരുമോ, ശത്രുക്കളാൽ പിടികൂടപ്പെടുമോ എന്ന പേടിയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയാൻ കാരണമായത്. അവിടുന്ന് കരയുന്നത് ശ്രേഷ്ഠരായ നബി, സ്നേഹനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കണ്ടു. എന്താണ് സിദ്ദീഖെ കരയുന്നത്? അള്ളാഹുവാണ് സത്യം നബിയെ, എൻ്റെ കാര്യത്തിലല്ല, അങ്ങയുടെ കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട്. അങ്ങേക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടിയിലാണ് ഞാൻ കരയുന്നത്. അതൊരു സ്നേഹത്തിൻ്റെ, ഒരു മഹാസമർപ്പണത്തിൻ്റെ പേരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹ്സൻ യാ അബൂബക്കർ ഇന്നല്ലാഹു മഅന. പേടിക്കണ്ട, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള 3-ാമത്തെ ആൾ അള്ളാഹുവാണ്. ശത്രുക്കൾ 2 അടി അപ്പുറത്തുണ്ടായിട്ടും അചഞ്ചലമായ തവക്കുലിൻ്റെ പാഠം സിദ്ദീഖ് റസൂലുള്ള ഉറപ്പിച്ചു കൊടുക്കുകയായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുടർന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, നബിയെ, നമ്മുടെ ശത്രുക്കൾ അവരുടെ കാലിൻ്റെ ഭാഗത്തേക്കൊന്ന് കുനിഞ്ഞു നോക്കിയാൽ അവർ തീർച്ചയായും നമ്മളെ കാണും. അപ്പോഴും ആശ്വസിപ്പിച്ചുകൊണ്ട് റസൂൽ കൂടെയുണ്ട്. നമ്മൾ 2 പേരാണെന്നാണോ സിദ്ദീഖെ നിങ്ങൾ കരുതിയത്? നമ്മൾ 3 ആളുണ്ട്, 3-ാമത്തത് റബ്ബാണ്. അങ്ങനെ ഇരിക്കെ ആ ശത്രുക്കളുടെ കൂട്ടത്തിൽ ഒരാൾ ഗുഹയുടെ മുകളിൽ നിന്ന് പറയുന്നുണ്ട്, നമുക്ക് ഗുഹയുടെ അകമൊന്ന് പരിശോധിക്കണം, അവിടെ ഉണ്ടെങ്കിലോ എന്ന്.
അത് കേട്ട് ഉമയ്യത്ത് ബിൻ ഖലഫ് പരിഹസിച്ചുകൊണ്ട് ചിരിച്ചു പറഞ്ഞു, ഓ പിന്നെ ഈ ചിലന്തിയുടെ വലയും ചിലന്തിയും ഒക്കെ കണ്ടില്ലേ നീ? മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പേ ഉള്ള ചിലന്തിയാണെന്ന്. അതിൻ്റെ ഉള്ളിലൊന്നും ഒരിക്കലും മുഹമ്മദ് ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ സംരക്ഷണമായിരുന്നു അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ആ സമയത്ത് അബൂജഹൽ ഇങ്ങനെ പറയുന്നുണ്ട്, അള്ളാഹുവാണേ സത്യം, ലാത്തയും ഉസയും മുൻനിർത്തി ഞാൻ പറയുന്നു, നമ്മൾ പറയുന്നതും ഇതെല്ലാം കേട്ട് അവരിവിടെ എവിടെയോ തന്നെ ഉണ്ട്. പക്ഷെ മുഹമ്മദിൻ്റെ ജാലവിദ്യ കൊണ്ട് മുഹമ്മദിനെ നമ്മൾ കാണാതിരിക്കുകയാണ് എന്ന്. അതൊരു മുഅ്ജിസത്താണ്, റബ്ബിൻ്റെ പ്രത്യേകമായ സഹായമാണ്, അള്ളാഹു കൊടുത്ത ഔദാര്യമാണ് എന്ന് സമ്മതിക്കാൻ അവരുടെ മനസ്സ് മുതിർന്നില്ല. അംഗീകരിച്ചിരുന്നുവെങ്കിൽ അവർക്ക് എന്നേ സത്യത്തിലേക്ക് വരുമായിരുന്നു. പക്ഷെ റബ്ബ് അത് ഉദ്ദേശിച്ചിരുന്നില്ല എന്നതാണ് കാര്യം. അങ്ങനെ എത്ര തെരഞ്ഞിട്ടും കിട്ടാതെ വന്നപ്പോൾ അവരൊരു പ്രഖ്യാപനം നടത്തി. മക്കയുടെയും മദീനയുടെയും ഇടയിൽ ധാരാളം ഗോത്രങ്ങളുണ്ട്. ആ ഗോത്രങ്ങൾക്കിടയിലൊക്കെ നടന്നിട്ട് ഒരു പ്രഖ്യാപനം അവർ നടത്തി. മുഹമ്മദ് എന്നവരെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം സമ്മാനമായി കൊടുക്കും. ആ കാലത്ത് ഒരിക്കലും വിശ്വസിക്കാൻ പോലും കഴിയാത്ത അത്ര വലിയ സമ്മാനമായിരുന്നു അത്. ഇന്നത്തെ കാലത്ത് ഏറ്റവും ടോപ്പ് കാറുകൾ, 100 ബെൻസ് കാറുകൾ എന്നൊക്കെ പറയുന്നത് പോലെ 100 ഒട്ടകങ്ങൾ സമ്മാനമായി കൊടുക്കും എന്ന് എല്ലാ ഗോത്രങ്ങൾക്കിടയിലും ചെന്ന്. കാരണം ആ ഗോത്രങ്ങൾ താമസിക്കുന്ന വഴിയിലൂടെ വേണം മദീനയിലേക്ക് യാത്ര ചെയ്യാൻ. അപ്പോൾ ഏതെങ്കിലും ഒരു ഗോത്രത്തിലെത്തി അവർ പിടിച്ചു കെട്ടി അല്ലെങ്കിൽ വധിച്ചിട്ട് മക്കത്തേക്ക് കൊണ്ടുവന്നാൽ ആ ഗോത്രത്തിൽ ആരാണോ നേതൃത്വം കൊടുത്തത് അവർക്ക് 100 ഒട്ടകം സമ്മാനം കിട്ടും. ആരെയും അട്രാക്റ്റ് ചെയ്യുന്ന, ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സമ്മാന പ്രഖ്യാപനമായിരുന്നു അത്. ഇത് കേട്ട് പലരും അതിനുവേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ അവർക്കാർക്കും ലഭിച്ചില്ല. മക്കയിൽ നിന്ന് വളരെ ദൂരെ അല്ലാത്ത ഹുദൈദ് എന്ന സ്ഥലത്ത് തൻ്റെ ഗോത്രക്കാരുടെ സ്വീകരണ മുറിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സുറാഖത്ത് ബിൻ മാലിക് അൽ മദ്ലജി. ആ സമയത്ത് ഒരാൾ അവിടെയും വന്ന് ഈ വിളംബരം നടത്തുന്നുണ്ട്. ഇങ്ങനെ മദീനയിലേക്ക് മക്കത്ത് നിന്ന് മുഹമ്മദ് നബി എന്ന് പറയുന്ന ആൾ പോയിട്ടുണ്ട്, പിടികൂടുന്ന ആൾക്ക് 100 ഒട്ടകം സമ്മാനം കിട്ടും. 100 ഒട്ടകം സമ്മാനം കിട്ടുമെന്ന് കേട്ടപ്പോൾ സുറാഖയുടെ മനസ്സിൽ വല്ലാത്തൊരു താല്പര്യം വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും അത് നേടിയെടുക്കണം, തനിക്കതിന് കഴിയും. കാരണം മരുഭൂമിയിലൂടെയുള്ള യാത്ര, മരുഭൂമിയിലൂടെ ഒരാൾ പോയി കഴിഞ്ഞാൽ അത് പിന്തുടർന്ന് കണ്ടെത്താനുള്ള കഴിവ്, അതൊക്കെ പ്രത്യേകമായുള്ള വലിയ കഴിവുകളും വലിയ ധൈര്യവും കുതിര പടയോട്ടത്തിൽ വലിയ ശേഷിയുമുള്ള ഒരാളാണല്ലോ ഞാൻ. എനിക്കെന്തായാലും അത് സാധിക്കും. അപ്പം അതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും നേടിയെടുക്കണം. പക്ഷേ ഇപ്പോൾ ഞാൻ അതിനു വേണ്ടി പോവുകയാണ് എന്ന് ഇവിടെയുള്ള ആരും അറിയാതെ. കാരണം അവരും കൂടി ശ്രമിച്ചാൽ ഒരുപക്ഷെ എനിക്ക് മുമ്പ് അവർക്ക് കിട്ടിയാലോ എനിക്ക് 100 ഒട്ടകം നഷ്ടപ്പെടും. അതുകൊണ്ട് ഇവിടെയുള്ള ആരും അതിന് ശ്രമിക്കുവാൻ പാടില്ല, ഞാൻ ശ്രമിക്കുന്നു എന്ന് അവരറിയാനും പാടില്ല. അതുകൊണ്ട് കുറേ നേരം അവിടെ തന്നെ സംസാരിച്ചിരുന്നു സുറാഖ. അവരുടെയൊക്കെ ശ്രദ്ധ മറ്റ് വിഷയങ്ങളിലേക്ക് മാറ്റിയതിന് ശേഷം യാത്ര പോകാം എന്ന ചിന്തയിലായിരുന്നു. അങ്ങനെ സുറാഖ അവിടെ നിന്ന് ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് അവരുടെ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ അവിടെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ 3 ആളുകളെ കണ്ടു. അത് മുഹമ്മദും അബൂബക്കറും അവരുടെ വഴികാട്ടിയും ആവാൻ ഉറപ്പായിട്ടും സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നത് അവർ തന്നെയാണ് എന്നാണ്. ഇത് കേട്ട് സുറാഖ് ഉടനെ പറഞ്ഞു, അല്ലല്ല, അത് ഒട്ടകത്തെ നഷ്ടപ്പെട്ട ഏതോ ആളുകൾ അവരുടെ ഒട്ടകത്തെ അന്വേഷിക്കുകയാണ്, അത് മുഹമ്മദും കൂട്ടരൊന്നും അല്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതും അവരുടെ ശ്രദ്ധ പിന്തിരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു സുറാഖയുടെ ആ ശ്രമം. കാരണം അത് കേട്ട് ആരെങ്കിലും ആ വഴിയിൽ പോയാൽ അവർക്ക് മുഹമ്മദ് നബിയെ കിട്ടും, അവർക്ക് സമ്മാനവും കിട്ടും, സമ്മാനം എനിക്ക് തന്നെ കിട്ടണം എന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു സുറാഖത്ത് ബിൻ മാലിക്. അങ്ങനെ പിന്നെയും കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്ന് അതിനുശേഷം ഞാൻ തിരയാൻ വേണ്ടിയൊന്നും അല്ല പോകുന്നത് എന്ന് വരുത്തി തീർത്തതിന് ശേഷം സുറാഖ മെല്ലെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. വീട്ടിലെത്തിയ സുറാഖ പരിചാരകയെ വിളിച്ച് യാത്രയ്ക്ക് ആവശ്യമായ കുതിര, എല്ലാ ശേഷിയുമുള്ള നല്ല കുതിരയെ തയ്യാറാക്കി നിർത്താൻ, ആരും കാണാതെ റെഡിയാക്കി നിർത്താൻ വേണ്ടി പറഞ്ഞു. മറ്റൊരു പരിചാരകനെ വിളിച്ചിട്ട് പറഞ്ഞു, ആവശ്യമായ എല്ലാ ആയുധങ്ങളും ആരും അറിയാതെ വീടിൻ്റെ പിൻവാതിലൂടെ പതുക്കെ ചാടിക്കടന്ന് കുതിരയുടെ മറ്റൊരു സൈഡിലേക്ക് എത്തിക്കണമെന്ന് ഒരു ഭൃത്യനോടും പറഞ്ഞ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ ആരും കാണാത്ത നിശബ്ദമായ ഒരവസ്ഥയിലെത്തിയതിനു ശേഷം സർവായുധങ്ങളും അണിഞ്ഞ് കുതിരയുടെ പുറത്ത് സുറാഖ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയും പിടികൂടാൻ വേണ്ടി മറ്റാർക്കും കിട്ടുന്നതിന് മുമ്പ് തനിക്ക് തന്നെ കിട്ടണം. നേരത്തെ ഒരാൾ പറഞ്ഞ അതേ ദിശയിൽ മദീനത്തേക്കുള്ള ഒരു പ്രത്യേകമായൊരു വഴിയിലൂടെ സുറാഖ യാത്ര പോവുകയാണ്. എങ്ങനെയെങ്കിലും എന്ത് ത്യാഗം ചെയ്തിട്ടാണെങ്കിലും 100 ഒട്ടകങ്ങൾ എന്ന മഹത്തായ സമ്മാനം നേടിയെടുക്കണം. മദ്ലജ് ഗോത്രക്കാർക്കിടയിൽപ്പെട്ട എണ്ണം പറഞ്ഞ അപൂർവമായ കഴിവുകളെല്ലാം സമ്മേളിച്ച ഒരു പ്രത്യേക അശ്വഭടനായിരുന്നു സുറാഖത്ത് ബിൻ മാലിക്. നല്ല വലിയ ശരീരവും തലയെടുപ്പുള്ള, ആർക്കും പേടി തോന്നാൻ മാത്രം ഗാംഭീര്യവുമുള്ള, നെഞ്ചുറപ്പുള്ള വല്ലാത്തൊരു പ്രകൃതമായിരുന്നു സുറാഖയുടേത്. മാത്രവുമല്ല
മരുഭൂമിയിലുള്ള കാൽപ്പാടുകൾ പിന്തുടർന്ന് എവിടേക്ക് പോയതാണെങ്കിലും കണ്ടെത്താനുള്ള പ്രത്യേകമായൊരു ശേഷിയും സുറാഖയ്ക്ക് ഉണ്ടായിരുന്നു. എത്ര പ്രയാസങ്ങൾ യാത്രക്കിടയിൽ നേരിട്ടാലും അതിനൊക്കെ ക്ഷമിക്കാനുള്ള പ്രത്യേകമായൊരു കഴിവും വല്ലാത്തൊരു പക്വതയും ശേഷിയും എല്ലാം നിറഞ്ഞൊരു വ്യക്തി. അതോടൊപ്പം സുറാഖ ഒരു നല്ല കവി കൂടെയായിരുന്നു. ഓരോ നാടിനെയും പിന്നിലാക്കി വേഗം സുറാഖ ഓടുകയാണ്. എത്രയും പെട്ടെന്ന് മുഹമ്മദിനെയും സിദ്ദീഖ് റളിയല്ലാഹുവിനെയും പിടികൂടണം സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അത്ഭുതകരമെന്ന് പറയട്ടെ, ഒരിക്കലും മുമ്പ് സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ആ യാത്രയിൽ സംഭവിക്കുകയാണ്. ആ കുതിര എവിടെയോ തട്ടി മറിഞ്ഞു വീഴുന്നു. കുതിരപ്പുറത്തുനിന്ന് സുറാഖയും താഴെ വീഴുന്നു. അമ്പരപ്പുണ്ടാക്കി. എന്ത് പറ്റി തൻ്റെ കുതിരയ്ക്ക്? വീണ്ടും കുതിരയൊക്കെ തട്ടിക്കുടഞ്ഞ് നന്നാക്കി വീണ്ടും ആ കുതിരപ്പുറത്ത് സുറാഖ കയറി. അല്പനേരം യാത്ര ചെയ്ത് ആ കുതിര എവിടെയോ തട്ടി. അങ്ങനെ ഒരിക്കലും മുമ്പ് സംഭവിച്ചിട്ടില്ല. തട്ടിത്തടയാനുള്ള ഒന്നും വഴിയിൽ കണ്ടിട്ടുമില്ല. പക്ഷേ വീണ്ടും ആ കുതിര വീണു. കുതിരപ്പുറത്തുനിന്ന് സുറാഖയും. രണ്ടാമതും വീണപ്പോൾ സുറാഖയ്ക്ക് എന്നാൽ പിന്നെ തിരിച്ചു പോകാം, എന്തോ ഒരു അപകടമുണ്ട് എന്ന് തോന്നിയെങ്കിലും പക്ഷേ 100 ഒട്ടകങ്ങൾ വിടാൻ സുറാഖയുടെ മനസ്സ് സമ്മതിച്ചില്ല. സുറാഖ മുന്നോട്ട് തന്നെ കുതിച്ചു. കുതിരപ്പുറത്ത് നിന്ന് വീണ് രണ്ടാമത്തെ സ്ഥലത്ത് നിന്ന് അല്പം മുന്നോട്ട് പോയിട്ടേ ഉള്ളൂ. അതാ കടന്നു പോകുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, മറ്റൊരാളുമുണ്ട്, വഴികാട്ടിയായ ഒരാൾ. ഇവർ 3 പേരെയും കണ്ടു. വേഗം അസ്ത്രമെടുത്ത് അമ്പെയ്യാൻ വേണ്ടി തീരുമാനിച്ച് അമ്പെടുക്കാൻ വേണ്ടി കൈ ചലിപ്പിക്കാൻ നോക്കിയെങ്കിലും കൈ അനങ്ങുന്നില്ല. അതങ്ങനെ തന്നെ നിൽക്കുകയാണ് അവിടെ. സുറാഖ അമ്പരുന്നു. എന്താണിത്? മാത്രവുമല്ല, മണ്ണിൽ കുതിരയുടെ കാലുകൾ ആഴ്ന്നു പോയിരിക്കുന്നു. കുതിരക്ക് 1 ഇഞ്ച് ചലിക്കാൻ കഴിയുന്നില്ല. അതോടൊപ്പം പൊടിപടലങ്ങൾ ഉയർന്ന് കണ്ണ് കാണാത്തൊരവസ്ഥയിലേക്കും കുതിര മാറിയിരിക്കുന്നു. 1 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. കൈയാണെങ്കിൽ ചലിക്കുന്നില്ല. കുതിരയുടെ കാലുകളാണെങ്കിൽ മുന്നോട്ട് പോകുന്നില്ല. കുതിരയ്ക്ക് കണ്ണുകളാണെങ്കിൽ കാണുന്നുമില്ല. ഒരു പ്രത്യേക അവസ്ഥ. കുതിരപ്പുറത്തുനിന്ന് പതുക്കെ ഇറങ്ങി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, സുറാഖ, ഓ ദയവായി നിങ്ങൾ പടച്ചവനോടൊന്ന് പ്രാർത്ഥിച്ച് ഈ ഒരു അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി തരണം. നിങ്ങൾക്കെതിരെ വരുന്ന ആക്രമണങ്ങളെ ഞാൻ പ്രതിരോധിച്ചു കൊള്ളാം. ഉടനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ആ അവസ്ഥയിൽ നിന്ന് മാറ്റിക്കൊടുത്ത് കുതിരയുടെ കാല് ചലിച്ചു. സുറാഖയുടെ കൈക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം നേരെ ആയപ്പോൾ സുറാഖയുടെ മനസ്സിൽ വീണ്ടും 100 ഒട്ടകം എന്തിനാണ് മിസ്സാക്കുന്നത്? വീണ്ടും അയാൾ പ്രവാചകർക്കെതിരെ അടുക്കുകയാണ്. അപ്പോൾ നേരത്തെ സംഭവിച്ചതുപോലെ കുതിരയുടെ കാല് വീണ്ടും മണ്ണിൽ ആഴ്ന്നു പോകുന്നു. 1 ഇഞ്ച് ചലിക്കാനാവുന്നില്ല. സുറാഖക്ക് ഒന്നും ചെയ്യാനും കഴിയുന്നില്ല. സുറാഖക്ക് മനസ്സിലായി തനിക്കിത് സാധിക്കില്ല. വീണ്ടും ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദയവായി എന്നെ രക്ഷപ്പെടുത്തി തരണം. എൻ്റെ സമ്പത്തും എൻ്റെ ആയുധങ്ങളും എല്ലാം നിങ്ങൾക്ക് തരാം. നിങ്ങളെ ഞാൻ ശത്രുക്കളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നും ഞാനിതാ അള്ളാഹുവിനെ മുൻനിർത്തി വാക്ക് തരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിൻ്റെ ആയുധവും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളെ പിന്തുടരുന്നവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക, അവരെ തടയുക, അത്രമാത്രം ചെയ്താൽ മതി. അത് വാക്ക് പാലിച്ചു സുറാഖ. അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ വാക്ക് പാലിച്ച് സുറാഖ തിരിഞ്ഞു നടക്കുകയാണ്. കുതിര പഴയ അവസ്ഥയിലായി. കുതിരപ്പുറത്ത് തിരിച്ച് മക്കയിലേക്ക് തന്നെ യാത്ര പോകുമ്പോൾ സുറാഖ അവരോടായി ഒന്നുകൂടെ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾക്കിഷ്ടമില്ലാത്തതൊന്നും എന്നിൽ നിന്നുണ്ടാവില്ല, തീർച്ചയാണ്. അപ്പോൾ റസൂലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, താങ്കൾക്ക് ഞങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? അപ്പോൾ സുറാഖ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ഓ മുഹമ്മദ് വരെ അങ്ങയുടെ മതം അതിജയിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. താങ്കളുടെ കാര്യങ്ങൾക്ക് വലിയ ഉയർച്ചയും അംഗീകാരവും ഒക്കെ ഒരു നാളിൽ കിട്ടും. അങ്ങനെ ഉണ്ടായി ഞാൻ താങ്കളുടെ അധികാര പരിധിക്കുള്ളിൽ വരുന്ന ഒരു സമയത്ത്, അതായത് എൻ്റെ നാട് താങ്കൾ കീഴടക്കുമ്പോൾ എനിക്ക് താങ്കൾ ആദരവ് നൽകുമെന്ന് താങ്കൾ ഒരു കരാറായി എഴുതി ഒപ്പിട്ട് എനിക്ക് തരണം എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾ അത് എഴുതൂ, നമുക്കങ്ങനെ ഒരു കരാർ പത്രം എഴുതി കൊടുക്കാം. അങ്ങനെ ഒരു എല്ലിൻ്റെ ഒരു കഷ്ണത്തിൽ അവരത് എഴുതി കൊടുത്ത് അതും കൊണ്ട് സന്തോഷത്തോടെയാണ് സുറാഖ തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് തിരിച്ചു പോകുന്ന ആ സന്തോഷവേളയിൽ ഒരു കാര്യം കൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതകരമായ ഒരു കാര്യം സുറാഖയോട് ചോദിക്കുന്നുണ്ട്. കോസ്റോ ചക്രവർത്തിയുടെ സ്വർണ്ണവളകൾ നീ അണിഞ്ഞാൽ എങ്ങനെയിരിക്കും സുറാഖ? കോസ്റോ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ഒരാൾക്കും എത്തിപ്പിടിക്കാൻ, കാണാൻ പോലും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രയും ഔന്നത്യത്തിൽ വലിയ ചക്രവർത്തിയായിട്ട് വാഴുന്ന ഒരാളാണ്. ആ ചക്രവർത്തിയുടെ സ്വർണ്ണവളകൾ താങ്കളുടെ കയ്യിൽ വന്നാൽ എങ്ങനെയുണ്ടാകുമെന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. അപ്പം അത്ഭുതത്തോടെ സുറാഖ ചോദിക്കുന്നുണ്ട്, ഹോർമുസിൻ്റെ പുത്രൻ കോസ്റോയോ? റസൂൽ പറഞ്ഞു, അതെ, ഹോർമുസിൻ്റെ പുത്രൻ കോസ്റോ തന്നെ. അത് കേട്ട് സന്തോഷത്തോടുകൂടെ സുറാഖ തിരിച്ച് മക്കയിലേക്ക് തന്നെ പോവുകയാണ്. പോകുന്ന വഴിയിൽ പല ആളുകളും ആ സമ്മാനം മോഹിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെരയുവാൻ വേണ്ടി, വധിക്കുവാൻ വേണ്ടി, ആക്രമിക്കുവാൻ വേണ്ടി
പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വരുന്നുണ്ട്. ആളുകളോടൊക്കെ സുറാഖ പറഞ്ഞു, ഇല്ല, ഇവിടെ ഒന്നുമില്ല. കാരണം ഞാൻ ഇവിടെയൊക്കെ പൂർണ്ണമായി അരിച്ചു പൊറുക്കിയിട്ടുണ്ട്. മരുഭൂമിയിൽ ഒരാളെ പിന്തുടരാനുള്ള എൻ്റെ കഴിവിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ എല്ലാം നോക്കിയിട്ട് എവിടെയുമില്ല, രക്ഷപ്പെട്ട് അവർ മദീനത്തിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് പറഞ്ഞ ആളുകൾ മുഴുവനും നേരത്തെ വാഗ്ദത്തം ചെയ്തതുപോലെ സുറാഖ തിരിച്ചയക്കുകയാണ്. സുറാഖയുടെ സംസാരം കേട്ട് അവരൊക്കെ തിരിച്ച് നടന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സുരക്ഷിതരായി മദീനയിൽ എത്തി എന്ന വിവരം കിട്ടിയതിന് ശേഷം മാത്രമാണ് സുറാഖ വഴിയിൽ വെച്ച് മുഹമ്മദിനെ കണ്ട വിവരം സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും പറയുന്നത്. അതുവരെ അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി പറഞ്ഞില്ല. ഈ വാർത്ത കേട്ടപ്പോൾ അബൂജഹൽ വളരെ ദേഷ്യത്തോടുകൂടെ, നല്ലൊരു അവസരം മിസ്സാക്കിയ ഭീരുവാണ് നീ എന്ന് സുറാഖയോട് പറഞ്ഞപ്പോൾ അതിന് ഒരു മറുപടിയായി ഒരു കവിത, ഒരു ഗാനം ആലപിക്കുകയാണ്, കവിത ആലപിക്കുകയാണ് സുറാഖ് ഇബ്നു മാലിക് എന്നവർ. അബാഹക്കം വല്ലാഹി ലൗ കുന്തു ഷാഹിദൻ എന്ന് തുടങ്ങുന്ന ഏതാനും വരികൾ പാടിക്കൊടുക്കുകയാണ്. അതിൻ്റെ അർത്ഥം, ഓ അബൂജാഹിലെ, നീയെങ്ങാനും ആ മണ്ണിൽ കുതിരയുടെ കാലുകൾ ആഴ്ന്നുപോയതിന് സാക്ഷിയായിരുന്നുവെങ്കിൽ നീ ഒരിക്കലും സംശയിക്കുമായിരുന്നില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, തെളിവുകളുമായി വന്ന തിരുദൂതർ അള്ളാഹുവിൻ്റെ പ്രവാചകർ തന്നെയാണ്. പിന്നെ ആ പ്രവാചകരെ എതിർക്കാൻ ആർക്കാണ് സാധിക്കുക? ഒരു കവിതയായിരുന്നു മറുപടി. പിന്നീട് ഒരുപാട് നാളുകൾ കഴിഞ്ഞു. മക്കക്കാർ എല്ലാവിധ പീഡനങ്ങളും ഒക്കെ ഏൽപ്പിച്ചിരുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ മദീനയിലെത്തി. അവിടെ ഒരു ഭരണകൂടമുണ്ടാക്കി വലിയ സന്തോഷത്തോടുകൂടെ ദീനിൻ്റെ വലിയ പ്രചാരണ പ്രവർത്തനങ്ങളുമായി ഒക്കെ ജീവിച്ച അവസാനം മക്ക ഹബീബിൻ്റെ മുമ്പിൽ കീഴടങ്ങുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രകാലം എതിർത്തിരുന്ന പ്രിയപ്പെട്ട മക്ക ഹബീബിൻ്റെ മുമ്പിൽ കീഴടങ്ങുന്ന സന്തോഷകരമായ ആ ഒരവസ്ഥയിൽ ഒരുപാട് ആക്രമണങ്ങളും പീഡനങ്ങളും ഒക്കെ ചെയ്ത ആളുകൾ ജീവൻ നഷ്ടപ്പെട്ടു പോകുമോ, ആക്രമിക്കപ്പെടുമോ എന്ന ഭയത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വന്നപ്പോൾ ചുറ്റും അഭയം കിട്ടാൻ വേണ്ടി തടിച്ചുകൂടുകയാണ്. ഭയത്തോടെയും വലിയ സങ്കടത്തോടെയും ഖുറൈശി പ്രമുഖന്മാരെല്ലാം റസൂലിൻ്റെ ചാരത്ത് പലരും അവിടെ ചേർന്നിട്ടുണ്ട്. എന്നിട്ട് അവർ ചോദിക്കുന്നുണ്ട്, ഏത് വിധമാണ് നിങ്ങൾ ഞങ്ങളെ ശിക്ഷിക്കാൻ പോകുന്നത്? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി ചരിത്രത്തിൻ്റെ തങ്കലിപികളിലുണ്ട്. ഒരു പ്രതികാര നടപടിയുമില്ല, നിങ്ങൾ സ്വതന്ത്രരാണ് എന്നാണ് ആ യഥാർത്ഥ മനുഷ്യ വിപ്ലവത്തിൻ്റെ നായകൻ ആ സമൂഹത്തെ നോക്കി പറഞ്ഞത്. ആ ഘട്ടത്തിലാണ് സുറാഖത്ത് ഇബ്നു മാലിക് എന്നവർ ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ അന്ന് റസൂലുള്ളാഹി എഴുതി കൊടുത്ത ആ ഒരു കരാറും കൊണ്ടിങ്ങനെ വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുക, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പറയുക എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് സുറാഖ വരുന്നത്. ആ സംഭവം സുറാഖ എന്നവർ തന്നെ പിന്നീട് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംഘവും ജയറാന എന്ന സ്ഥലത്തെത്തുമ്പോഴാണ് ഞാൻ അവിടത്തേക്ക് എത്തുന്നത്. അൻസാരികളുടെ ആ ഒരു സൈനിക വ്യൂഹത്തെ മെല്ലെ മെല്ലെ അതിൻ്റെ ഉള്ളിലൂടെ ഞാനിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അവരെന്നെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഉദ്ദേശം ഇസ്ലാമിലേക്ക് റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ വെച്ച് പ്രവേശിക്കുക എന്നതായിരുന്നത് കൊണ്ട് ഞാൻ പതുക്കെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കരാർ പത്രം ഉയർത്തിപ്പിടിച്ചിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു സുന്ദരമായ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഹബീബിനെ പിടികൂടി കൊന്ന് കെട്ടി കൊണ്ടുപോയി 100 ഒട്ടകം വാങ്ങാൻ ആഗ്രഹിച്ച് യാത്ര പുറപ്പെട്ടിരുന്ന സുറാഖ ഇപ്പോൾ ഇതാ മക്കയിൽ, മക്ക വിജയത്തിൻ്റെ വേളയിൽ ആ തിരുസന്നിധിയിൽ വെച്ച് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ അനുയായിയായി മാറുന്നു. അൽഹംദുലില്ലാഹ്. ഇത് കേട്ട് സന്തോഷത്തോടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുറാഖ അടുത്തു വരൂ, ഇത് വാക്ക് പാലിക്കാനും പുണ്യം നേടുവാനുമുള്ള ദിവസമാണ്. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വെച്ച് ആ ഒരു മഹത്തായ ഇസ്ലാമിലേക്കുള്ള പ്രവേശനം സാധ്യമായ സുറാഖ ഏതാനും മാസങ്ങൾ കഴിഞ്ഞോടുകൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിലേക്ക് യാത്രയാവുകയാണ്. മറ്റേതൊരു സ്വഹാബിയെയും പോലെ അത്രമാത്രം ആ ഒരു മനുഷ്യരെ വല്ലാതെ സ്നേഹിച്ചിരുന്ന, ആ മഹാപുരുഷനെ സ്നേഹിച്ചിരുന്ന സുറാഖക്കും ഒരിക്കലും താങ്ങാനാവാത്ത അത്രമാത്രം വലിയ ആഘാതമായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത്. 100 ഒട്ടകങ്ങൾക്ക് വേണ്ടി തിരുനബിയെ വകവരുത്തുവാൻ അല്ലെങ്കിൽ കെട്ടിബന്ധിച്ചു കൊണ്ടുപോകുവാൻ വേണ്ടി തുനിഞ്ഞ ആ ദിവസങ്ങളെക്കുറിച്ച് വല്ലാതെ സങ്കടത്തോടെ ഓർക്കുമായിരുന്നു സുറാഖ. ഈ ദുനിയാവിലെ മുഴുവൻ ഒട്ടകങ്ങളെ തന്നാലും എൻ്റെ ഹബീബിന് ഒരിക്കലും അത് പകരമാവില്ലല്ലോ, എന്നിട്ടും ഞാൻ അന്ന് അങ്ങനെ ചെയ്യാൻ തുനിഞ്ഞു പോയല്ലോ, എന്നാലും എൻ്റെ റബ്ബ് എന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയല്ലോ എന്ന് സുറാഖ കണ്ണുനീരോടെ പറയുമായിരുന്നു പിൽക്കാലത്ത്. അവസാനം അന്നത്തെ ആ കൂടിക്കാഴ്ചയിൽ മദീനയിലേക്കുള്ള ആ വഴിയിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു വാക്ക്, സുറാഖ, കോസ്റോയുടെ ആ സ്വർണ്ണവളകൾ നീ അണിയുന്നതൊന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഒരു വാക്ക് റസൂലുള്ളാഹി പറഞ്ഞിട്ട് അതൊരിക്കൽ പുലരുക തന്നെ ചെയ്യും. സുറാഖത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അത് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു, ഒരിക്കലും അതെന്തായാലും നടക്കും.
കാലചക്രം മുന്നോട്ട് പോയി. ഭരണത്തിന് നേതൃത്വം നൽകുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. ആ സമയത്ത് പേർഷ്യൻ സാമ്രാജ്യത്തിനെതിരെ ഒരു ശക്തമായ കൊടുങ്കാറ്റെന്ന രീതിയിലാണ് ഇസ്ലാം അതിശക്തമായി മുന്നേറ്റങ്ങൾ നടത്തിയത്. സൈനിക വ്യൂഹങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടും കോട്ടകളെ കീഴടക്കിക്കൊണ്ടും മുസ്ലിം സൈന്യം വളരെയധികം സന്തോഷത്തോടുകൂടെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാസങ്ങളോളം നീണ്ടുനിന്ന വിവിധങ്ങളായ യുദ്ധത്തിൻ്റെ അവസാനം ലോകത്ത് ശക്തിദുർഗമായ, ലോകത്ത് കഴിവിൻ്റെയും ശക്തിയുടെയും സൈനിക വ്യൂഹത്തിൻ്റെയും ഒക്കെ പേരിൽ വലിയ പേര് കെട്ടിരുന്ന പേർഷ്യൻ സാമ്രാജ്യം ഇസ്ലാമിക പടയോട്ടത്തിന് മുമ്പിൽ തകർന്നു വീണു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ അവസാന നാളുകളിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് നിന്ന് ഒരു സംഘം ആളുകൾ വാർത്തയുമായിട്ട് വരികയാണ്, പേർഷ്യ കീഴടങ്ങിയിട്ടുണ്ട്. മാത്രവുമല്ല, കണ്ണഞ്ചപ്പിക്കുന്ന ധാരാളം സമ്മാനങ്ങൾ യുദ്ധാർജിത മുതലുകളായിട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ 5-1 അമീറുൽ മുഅ്മിനീനെ പൊതുകാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി ഏൽപ്പിക്കാൻ വേണ്ടി കൂടെയാണ് ആ സംഘം വന്നിട്ടുള്ളത്. അത് നിരത്തി വെച്ചപ്പോൾ അത്ഭുതത്തോടെയാണ് എല്ലാവരും നോക്കി നിന്നത്. വലിയ വില കൂടിയ രത്നങ്ങളും കല്ലുകളും പതിപ്പിച്ച കോസ്റോയുടെ കിരീടം അക്കൂട്ടത്തിലുണ്ടായിരുന്നു. സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കിയ അയാളുടെ സ്വർണ്ണ വസ്ത്രം, വിലപിടിപ്പുള്ള കല്ലുകൾ പതിപ്പിച്ച ചുമലിലിടുന്ന പ്രത്യേകമായ ഒരു ഷോള്, ആ രാജാവിൻ്റെ 2 സ്വർണ്ണ വളകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അറബികൾ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്തത്രയും വിലപിടിച്ച ആഭരണങ്ങളും വസ്തുക്കളുമായിരുന്നു അതെല്ലാം. മറ്റനേകം അത്ഭുതകരമായ കണ്ടഞ്ചിപ്പിക്കുന്ന ആഭരണങ്ങളും മറ്റ് സംവിധാനങ്ങളും എല്ലാം ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വിളിച്ച് കോസ്റോയുടെ എല്ലാ ആഭരണങ്ങളും വസ്ത്രവും വാളും എല്ലാം സുറാഖയെ കൊണ്ട് അണിയിപ്പിക്കുകയുണ്ടായി, കിരീടമടക്കം. അവസാനം ആ 2 സ്വർണ്ണ വളകളും ഉമർ റളിയല്ലാഹു അൻഹു സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അണിയിപ്പിച്ചു. മുസ്ലിമീങ്ങൾ ഇത് കണ്ടവരെല്ലാവരും സന്തോഷത്തോടെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് മുഴക്കി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കാലഘട്ടത്തിൽ മഹാശക്തിയായിരുന്ന പേർഷ്യക്കാർ, ചിന്തിക്കാൻ പോലും കഴിയാത്ത ഉയരത്തിലുണ്ടായിരുന്ന പേർഷ്യക്കാർ ഇസ്ലാമിനിക്ക് ഇത് കീഴടങ്ങിയിരിക്കുന്നു, ഹബീബ് പറഞ്ഞത് നടന്നിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. തുടർന്ന് സുറാഖയുടെ നേരെ തിരിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ സുറാഖ, വല്ലാതെ ഗംഭീരമായിരിക്കുന്നു ഇത്. മദ്ലജ് ഗോത്രത്തിലെ ഒരു സാധാരണക്കാരനായ ഒരാൾ പേർഷ്യയിലെ രാജാക്കന്മാരുടെ രാജാവായ ചക്രവർത്തിയായ കോസ്റോയുടെ ആഭരണങ്ങളും ഉടയാടകളും വസ്ത്രങ്ങളും എല്ലാം അണിഞ്ഞ് വാളും അരപ്പട്ടയും അണിഞ്ഞ് ഇതാ നിൽക്കുന്നു, എന്തൊരു അത്ഭുതം. തുടർന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആകാശത്തേക്ക് കൈയുയർത്തി ദ്വാരക്കുകയുണ്ടായി. പടച്ചവനെ, ഈ കാണുന്ന സമ്പത്തും ഐശ്വര്യവും പ്രതാപവും ഒന്നും നിന്റെ പ്രിയപ്പെട്ട ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ നൽകിയില്ല. അവരെന്നെക്കാളും നിന്നോട് ഏറ്റവും അടുത്തവരല്ലേ പടച്ചവനെ. പിന്നീട് ഇങ്ങനെ ദ്വാരുന്നു, പടച്ചവനെ, ഈ സമ്പത്തും ഐശ്വര്യവും ഒന്നും അബൂബക്കർ സിദ്ദീഖിന് നീ നൽകിയില്ലല്ലോ. അവരെന്നെക്കാളും നിന്നോട് വളരെ അടുത്തവരല്ലേ പടച്ചവനെ. അവർക്കൊന്നും ഇത് നൽകാതെ എനിക്ക് മാത്രം ഇത് നൽകുന്നത് ഒരു പരീക്ഷണമാണോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് പടച്ചവനെ എന്ന് സങ്കടത്തോടെ ദ്വാരക്കുകയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. തുടർന്ന് ആ സമ്പത്ത് മുഴുവനും മുസ്ലിമീങ്ങൾക്കിടയിൽ വിതരണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ആ സദസ്സിൽ നിന്ന് ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പോകുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച ആ സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് വേണ്ടി ശേഷിച്ച കാലം സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അവരുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.